എല്ലാവർക്കും ലൂർദ് മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ലൂർദ് മാതാവുമായി ബന്ധപ്പെട്ട് നടന്ന, എന്നാൽ അധികം പേർ അറിയാൻ സാധ്യതയില്ലാത്ത ഒരു ചരിത്ര സംഭവം നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നൊബേൽ സമ്മാന ജേതാവായ, മെഡിസിനിൽ നൊബേൽ സമ്മാനം ലഭിച്ച അലക്സ് കാരൽ എന്ന് പറഞ്ഞ ഫ്രഞ്ച് വൈദ്യശാസ്ത്രജ്ഞനെ നിങ്ങൾ പരിചയമുണ്ടായിരിക്കാം, കേട്ട് കാണാം. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കല് ലൂർദിലേക്ക് അനേകം രോഗികളെ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു ഡോക്ടർ ഒത്തിരി പേരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ സഹായത്തിന് വേണ്ടി ഡോക്ടർ അലക്സ് കാരലിനോട് കൂടെ വരണമെന്ന് ആവശ്യപ്പെട്ടു. സഹോദരങ്ങളെ, ദൈവത്തിൽ വിശ്വസിക്കാത്ത, അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്ത ഡോക്ടർ അലക്സ് കാരൽ ആദ്യം നോ പറയുവാനാണ് ആഗ്രഹിച്ചത്. എങ്കിലും തൻ്റെ സുഹൃത്ത് നിർബന്ധിച്ചതുകൊണ്ടും ആവശ്യപ്പെട്ടതുകൊണ്ടും ഡോക്ടർ അലക്സ് കാരൽ ആ ട്രെയിനിൽ രോഗികളോടൊപ്പം യാത്ര ചെയ്യുവാൻ തീരുമാനിക്കുകയാണ്, രോഗികളെ സഹായിക്കുവാൻ വേണ്ടി. അങ്ങനെ അലക്സ് കാരൽ ലൂർദിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ട്രെയിനിൽ മേരി ബെയ്ലി എന്ന് പറഞ്ഞ ഒരു മരണാസന്നയായ ഒരു രോഗി ഉണ്ടായിരുന്നു. ട്യൂബർക്കുലോസിസ് ബാധിച്ച് വൈദ്യശാസ്ത്രം കൈവിട്ട് അവസാന പ്രതീക്ഷയെന്നോണം ലൂർദിലേക്ക് ആ വ്യക്തിയെ അവരുടെ കുടുംബാംഗങ്ങൾ ഈ ഡോക്ടറോടൊപ്പം കൊണ്ടുപോവുകയാണ്. അവർ ലൂർദിലെത്തി. അലക്സ് കാരൽ ഈ രോഗിയെ ട്രെയിനിൽ കണ്ടപ്പോൾ അപ്പോൾ തന്നെ വിധി എഴുതി, ലൂർദിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ഈ രോഗി മരിക്കും. കാരണം ആ രോഗിയുടെ നില അത്രമാത്രം ഗുരുതരമായിരുന്നു. സഹോദരങ്ങളെ, ലൂർദിലെത്തി രോഗികളെ മാതാവിൻ്റെ അത്ഭുത നീരുറവയിൽ കൊണ്ട് പ്രാർത്ഥിക്കുന്ന, ആ അത്ഭുത നീരുറവ രോഗികളുടെ മേൽ തളിച്ച് പ്രാർത്ഥിക്കുന്ന ആ നിമിഷങ്ങളിൽ അലക്സ് കാരൽ എല്ലാം വാച്ച് ചെയ്യുകയാണ്. തമാശ രൂപേണയും കുറ്റം വിധിച്ചും അത്ഭുതങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല എന്നുള്ള ചിന്തയിൽ തന്നെ അലക്സ് കാരൽ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അടുത്ത ഊഴത്തിൽ താൻ ട്രെയിനിൽ കണ്ട മരണാസന്നയായ ആ രോഗി മേരി ബെയ്ലിയെ അനേകർ എടുത്തുകൊണ്ടുപോയി ഈ അത്ഭുത നീരുറവയുടെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വോളണ്ടിയേഴ്സ് മേരി ബെയ്ലിയുടെ ശിരസിന് മീതെ, ശരീരത്തിൽ ആദ്യപടി വെള്ളം തളിച്ചു. ഒന്നും സംഭവിക്കുന്നില്ല. അലക്സ് കാരൽ കൗതുകത്തോടെ അത് നോക്കിക്കാണുകയാണ്. രണ്ടാമതും വെള്ളം തളിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. അലക്സ് കാരൽ വളരെ കൗതുകത്തോടെ പുഞ്ചിരിയോടുകൂടി ഒരു തമാശ രൂപേണ അത് നോക്കിക്കാണുകയാണ്. മൂന്നാമത് വെള്ളം തളിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അലക്സ് കാരലിന് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ആ നിമിഷാർത്ഥത്തിൽ തന്നെ മരണാസന്നയായ മേരി ബെയ്ലി അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുകയും എഴുന്നേറ്റ് നിൽക്കുകയും എഴുന്നേറ്റ് നടക്കുകയും അന്ന് ഉച്ചയ്ക്ക് അലക്സ് കാരലിനോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഈ സംഭവം അലക്സ് കാരലിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. സഹോദരങ്ങളെ, 1902 ഈ സംഭവം നടക്കുന്നത്. പിന്നീട് 1912 ചിക്കാഗോയിൽ അലക്സ് കാരൽ തൻ്റെ ജോലി സംബന്ധമായി കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര പോവുകയാണ്. അതിനുശേഷമാണ് 1912 അലക്സ് കാരലിന് നോബൽ സമ്മാനത്തിന്, മെഡിസിനിലുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്. നോബൽ സമ്മാന ജേതാവായ അലക്സ് കാരൽ പിന്നീട് മരിക്കുന്നത് ഒരു വിശ്വാസിയായിട്ടാണ്. മരണത്തിന് മുമ്പ് ലാസ്റ്റ് സാക്രമെൻറ്റ് അല്ലെങ്കിൽ രോഗീലേപനം സ്വീകരിച്ചുകൊണ്ടാണ് അലക്സ് കാരൽ മരിക്കുന്നത്. മാത്രമല്ല, മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് തകർന്നു പോയ, അല്ലെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ പുനരുദ്ധരിക്കുവാൻ സാധിക്കാതെ കിടന്ന അനേകം മോണസ്ട്രികൾ അലക്സ് കാരൽ സാമ്പത്തികമായി സഹായിച്ച് പുനരുദ്ധരിക്കുവാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ,
ഇന്ന് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട വലിയൊരു സംഭവമാണിത്. പരിശുദ്ധ അമ്മ ഉടലോടെ ശരീരത്തോടെ സ്വർഗാരോപണം ചെയ്ത് ഇന്നും ജീവിക്കുന്ന അമ്മയായി മെജുഗോറിയിലും ഫാത്തിമയിലും ലൂർദിലും മറ്റ് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമ്പോഴും നമ്മോട് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുമ്പോഴും ഈ പരിശുദ്ധ അമ്മയിൽ വിശ്വാസമില്ലാത്ത അനേകം വ്യക്തികൾ അലക്സ് കാരളിനെ പോലെ ഇന്ന് ലോകത്തിലുണ്ട്. അവർ ആ അമ്മയുടെ അരികിൽ ഒന്ന് ചെന്നിരുന്നെങ്കിൽ, ആ അമ്മയെ ഒന്ന് വിളിച്ചപേക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ വലിയ അത്ഭുതങ്ങൾ അവരും കാണുമായിരുന്നു. അലക്സ് കാരൾ പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കാത്ത, അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്ത ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭിശ്വകരനായിരുന്നു. എന്നാൽ അലക്സ് കാരളിൻ്റെ കണ്ണുകൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വെച്ച് മരണാസന്നയായ ഒരു രോഗി അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ വിശ്വാസിയായിട്ട് മാറുകയാണ്. മാത്രമല്ല, അലക്സ് കാരൾ 12 മാസം പ്രായമുള്ള ജന്മന അന്ധയായ ഒരു കുഞ്ഞ് ലൂർദിൽ വെച്ച് അത്ഭുതകരമായി കണ്ണു തുറന്ന് സൗഖ്യം പ്രാപിക്കുന്ന ഒരു അത്ഭുതം കൂടി അലക്സ് കാരൾ കാണുകയുണ്ടായി. സഹോദരങ്ങളെ, ഇന്ന ദിവസം പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും അമ്മയിൽ വിശ്വസിക്കാത്ത, പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ വിശ്വസിക്കാത്ത, പരിശുദ്ധ അമ്മയിലൂടെ അത്ഭുതം നടക്കുന്നത് വിശ്വസിക്കാത്ത അനേകം വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്. നമുക്കൊന്നാമതായി അങ്ങനെയുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമതായി, പരിശുദ്ധ അമ്മയുടെ മാതൃത്വത്തിൻ്റെ കീഴിലേക്ക് ലോകം മുഴുവനുമുള്ള പാപികളെയും രോഗികളെയും കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത അത്ഭുതമില്ല. മറിയത്തിൻ്റെ മാതൃസ്നേഹ തണലിൽ, അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ ഇന്നേ ദിവസം നമ്മൾ കൊണ്ടുവരുന്ന പ്രാർത്ഥനകളിൽ അത്ഭുതം നടക്കാതിരിക്കുകയില്ല. ലൂർദ് മാതാവിനോട് എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമായിക്കൊള്ളട്ടെ, പരിശുദ്ധ അമ്മയ്ക്ക് ഈ നിമിഷം കേൾക്കുവാനും നമ്മെ സഹായിക്കുവാനും സാധിക്കും. ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മ വഴി നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മറിയം നമുക്കായി പ്രാർത്ഥിക്കട്ടെ.